രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവുകയാണ്. രാവിലെ 11:45 ഹെലികോപ്റ്ററിൽ അടൂർ വടക്കെഴുത്തുകാവിലെ പോലീസ് ക്യാമ്പിൽ ഇറങ്ങുന്ന രാഹുൽ 12:15 അടൂർ മണ്ഡലം UDF സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിനെത്തും. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് UDF. എന്തായാലും അത്തരമുള്ള ക്രമീകരണങ്ങളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി എത്തുക. അവിടെ നിന്നും 11:45 അടൂരിലെ പോലീസ് ക്യാമ്പിലെ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഇറങ്ങുക, ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നും പിന്നീട് ആദ്യ യോഗം അടൂരിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 12:15 അടൂരിലെ പൊതുയോഗമുള്ളത്. ആ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ, UDFന്റെ സ്ഥാനാർത്ഥി, അടൂരിലെ സ്ഥാനാർത്ഥിയും പങ്കെടുക്കും. അത് പ്രത്യേകം ക്രമീകരിച്ച ട്രക്കിലാണ് അവിടെ യോഗം ക്രമീകരിച്ചിട്ടുള്ളത്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിനോട് സമീപത്തുള്ള സ്ഥലത്താണ് ഈ യോഗം ക്രമീകരിച്ചിട്ടുള്ളത്. ചെറിയ സൗകര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രക്കിലാണ്, രാജീവ് ഗാന്ധി സഞ്ചരിക്കുന്ന ട്രക്കിൽ തന്നെയാണ് യോഗം അവിടെ ക്രമീകരിച്ചത്. അതിനുശേഷം 1 മണിയോടുകൂടി പത്തനംതിട്ടയിലാണ് വലിയ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. പത്തനംതിട്ടയിൽ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളും എത്തിച്ചേരും. ആ 4 സ്ഥാനാർത്ഥികളും ഈ പൊതുസമ്മേളനത്തിൽ പരിചയപ്പെടുത്തുകയും അവർക്കായി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി. അതിനുശേഷം പിന്നീട് വൈകിട്ടോടുകൂടിയാണ്, അത് യോഗത്തിന് ശേഷമായിരിക്കും പിന്നീട് പാമ്പാടിയിലേക്ക് ചാണ്ടിയുമ്മന്റെ പ്രസിഡന്റായി രാഹുൽ ഗാന്ധി പത്തനംതിട്ട പോകുക. തിരികെയും പത്തനംതിട്ടയിൽ എത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി തിരികെ മടങ്ങുക. പത്തനംതിട്ട പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് തിരികെ മടങ്ങുക. ഇത്തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ 2 സ്ഥലത്തും പൂർത്തീകരിക്കുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന നേതാക്കളും അത് പ്രധാനപ്പെട്ട നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെ എത്തും. അത് പിന്നാലെ ഇതിൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധി എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു ഷെഡ്യൂളാണ് എന്നുള്ള കാര്യമാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ എല്ലാ ക്രമീകരണം ഏത് സമയത്തും സജ്ജമാക്കാനുള്ള രീതിയിലേക്ക് പാർട്ടി മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളും പെട്ടെന്നെല്ലാം പൂർത്തിയായെന്ന് ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട MP കൂടി, ജനപ്രതിയായ MPയും കൂടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ രാഹുൽ ഗാന്ധി അടൂരിൽ എത്തിച്ചേരുക. ശശിനാരായൺ, ഈ സംസ്ഥാന നേതാക്കളിൽ ആരൊക്കെയാകും പ്രചാരണ രംഗത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാവുക എന്നതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അത്തരം പേരുകൾ എടുത്തു പറഞ്ഞത് സംസ്ഥാന നേതാക്കൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് MP പറഞ്ഞത്. അത് പേരുകൾ ഇന്നലെ കൃത്യമായി പറഞ്ഞില്ല. പക്ഷേ സംസ്ഥാന നേതാക്കൾ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും 4 സ്ഥാനാർത്ഥികൾ, അതായത് ഈ 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുക. 5ാമത്തെ അത്തരം ഒരു അതിനുശേഷം തിരികെ പാമ്പാടിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ചാണ്ടിയുമ്മന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പാമ്പാടിയിലേക്ക് മടങ്ങുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി വരുന്നത് ഈ മണ്ഡലത്തിലെ വിജയത്തിന് അനിവാര്യമാണ്. പല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉള്ള മണ്ഡലമാണ്. 4 സ്ഥലത്തും ഈ പ്രചരണത്തിന് ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രവർത്തകർക്ക് ആവേശമായി മാറാനും ഒപ്പം രാഷ്ട്രീയപരമായ ചില സീറ്റുകൾ തിരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. വർഷങ്ങളെ തൊട്ടടുത്ത കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ തൊട്ടടുത്ത സമയങ്ങളിലെല്ലാം LDFന് അനുകൂലമായ നിലപാടാണ് പത്തനംതിട്ട ജില്ലയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയിട്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നേതാക്കളെ ആ ഒരു കാര്യത്തിലാണ് എത്തിക്കുന്നത്. പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ആ വിവരം അറിയുകയും അത് ഉടൻ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. 11 മണിയോടുകൂടി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് നിന്നും നേരെ അടൂരിൽ എത്തിച്ചേരും. ജില്ലയിലെ പരിപാടി, കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പരിപാടി പത്തനംതിട്ട ജില്ലയിലാണ് നടക്കുന്നതെന്ന് കൂടി പ്രത്യേകതയുണ്ട്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. ശരി.